എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ വീണ്ടും ലോട്ടറിയെക്കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത്. ലോട്ടറിയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഈ ലോട്ടറി വിൽക്കാൻ നടക്കുന്നത് നമ്മുടെ വീടുകളിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ലോട്ടറി കച്ചവടക്കാരുടെ വീടുകളിൽ അരി മേടിക്കാനാണ്. അത് നമ്മൾ കൊടുക്കാൻ ചെല്ലുന്നവരും നമ്മളോട് മേടിക്കുന്നവരും നമ്മളോട് സഹകരിച്ചില്ലെങ്കിൽ നമുക്ക് എന്തുമാത്രം ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്ന് ഇവരൊന്നും അറിയത്തില്ല. പൈസയുള്ളവർക്ക് പൈസയുടെ വില അറിയത്തില്ല. നമ്മൾ ഈ കിട്ടുന്ന പൈസ കൊണ്ടല്ലേ വീട്ടുകാര്യങ്ങൾ നടക്കുകയും വീട്ടിലെ കാര്യങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതും ചില സമയത്ത് അത് നടക്കത്തുമില്ല. പിന്നെ നമ്മളിവരുടെ മുന്നിൽ ചെന്ന് ഇവരുടെ വാട്ടും തുപ്പും മേടിച്ചാണ് ചിലർ ചഫോ എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്. വേണ്ട എന്ന് വേണ്ടെങ്കിൽ വേണ്ടെന്നങ്ങ് പറഞ്ഞാൽ പോരെ. ഇച്ചപ്പോ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ ആലോചിക്കുമായിരുന്നു, നമ്മൾ ഇത് ഞാനാണെങ്കിൽ ഒരാളുടെ എടുക്കുകയും ചെയ്യും. അവരുടെ വീട്ടിലും അരി മേടിക്കണം. പിന്നെ എൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ ഞാൻ ഈ ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന എനിക്ക് കിട്ടുന്നതിന് പൈസ ഒരു കടും ചായ കുടിക്കും. ഞാൻ കടും ചായയും ഒരു ഉഴുന്നുവടയും തിന്നും. അപ്പോൾ അവർക്ക് എൻ്റെ കയ്യിൽ നിന്ന് 10 രൂപ കിട്ടിയില്ലയോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ലോട്ടറി എടുക്കുന്ന ആൾക്കാരും അവർക്ക് നമ്മൾ കൊടുത്തെങ്കിലേ ഉള്ളൂ 1 കിലോ അരി മേടിക്കാൻ പറ്റത്തുള്ളൂ എന്ന് ചിന്തിക്കുന്നില്ല. അവർ വരുമ്പോൾ ഇച്ചേ പോ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ എല്ലാവരുടെയും മുന്നിൽ ചെന്ന് ചോദിക്കരുത്, ചേട്ടാ ലോട്ടറി വേണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അവർക്ക് എടുക്കുമായിരിക്കും എന്നുള്ളത് അവരൊന്ന് വിചാരിച്ചാൽ മതി. ഇതുകൊണ്ടാണ് ചിലരുണ്ട് ഇതും കൊണ്ട് മൂക്കറ്റം കള്ളും കുടിച്ച് ബാറിലും കയറി മറ്റേ ആ ബ്രാൻഡ് മേടിക്കുന്ന കടയിലും കയറി നടക്കുന്നവരുണ്ടായിരിക്കാം. എന്ന് ആരെയും ഞാൻ കുറ്റം പറയുന്നതല്ല. എനിക്ക് പറയേണ്ട കാര്യമോ ഇല്ല. നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ വേറെ 10 രൂപ കൊടുത്ത് നമുക്ക് ആരെയും സഹായിക്കാൻ പറ്റുമോ? നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കൂ. പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ആരെയും ആട്ടിപ്പായിക്കാതിരിക്കുക. വേണമെങ്കിൽ എടുക്കുക, വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറയുക. അത്രയേ ഉള്ളൂ. അതാണ് നമ്മുടെ പോളിസി. അങ്ങോട്ട് ചെല്ലുമ്പോഴേ മുഖം ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നുള്ള ആ ചിന്ത കളഞ്ഞിട്ട് വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറയുകയും വേണമെങ്കിൽ വേണമെന്ന് പറയും. ഇത് നമ്മൾ അച്ചടിക്കുന്നതോ നമ്മൾ കറക്കി കുത്തുന്നതോ ഒന്നുമല്ല. ഇത് ഗവൺമെൻറ്റാണ് ചെയ്യുന്നത്. ഗവൺമെൻറ് നമ്മളെടുക്കുന്ന ലോട്ടറിക്ക് പ്രൈസ് ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന നമ്പരും കൊണ്ടാണ് നമ്മൾ കൊണ്ട് കൊടുക്കുന്നത്. അവർ നമ്മളെ പ്രാകുമായിരിക്കും. ചിലപ്പം അവർ നമ്മുടെ 50 രൂപ പോയെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ അങ്ങനെ പ്രാകരുത്. എന്നെങ്കിലും ഒരു ദിവസം ഈ ലോട്ടറി എടുക്കുന്ന ആൾക്കാർക്ക് കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഞാനല്ല, മറ്റുള്ളവരോടാണെങ്കിലും ഈ സമീപനം എല്ലാവരും ചെയ്യണം. അല്ലാതെ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇച്ചപ്പോന്ന് പറയേണ്ട കാര്യമില്ല. എടുത്ത് മുഖത്തിനും മിനിഞ്ഞാന്നൊരാൾ പ്രൈസ് ഇല്ലെന്നും പറഞ്ഞ് ചുരുട്ടിക്കൂട്ടി മുഖത്തിനിട്ട് എറിയേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവും ഇല്ല. നമ്മളല്ല ഇത് അച്ചടിക്കുന്നത്, നമ്മളല്ല ഇത് പ്രൈസ് എടുക്കുന്നത്. എല്ലാം ഗവൺമെൻറ്റിൻ്റെ ഇടപാടാണ്. നമ്മൾ ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ട് നടക്കുക. തേരാ പാരാ എന്നും പറഞ്ഞോണ്ട്. മനസ്സിലായോ? ജീവിക്കാൻ വേണ്ടിയാണിത് കൊണ്ട് നടക്കുന്നത്. അല്ലാതെ ആർക്കും ഉപദ്രവവും ആരുടെയും പൈസ പിടിച്ചു പറിക്കുകയോ ഒന്നും ചെയ്യാറില്ല. ഓക്കെ, ഇത് മനസ്സിലാക്കുക എന്നുള്ള ആ ചിന്ത മാത്രമേ എനിക്കുള്ളൂ. മറ്റുള്ളവർ മനസ്സിലെങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ ആരോടും അപമര്യാദയായിട്ട് പെരുമാറാതെ ഇരിക്കുക. നമ്മൾ ചെയ്യുന്ന ജോലി നീറ്റായിട്ട് ചെയ്യുക. ആരോടും ദേഷ്യപ്പെടാതിരിക്കുക. മനസ്സിലായില്ലേ? നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ നീറ്റായിട്ട് ചെയ്യുക. മറ്റുള്ളവരെ കുപ്പിയിലിറക്കുന്ന ആ സ്വഭാവം കളഞ്ഞിട്ട്
നമ്മൾ നേരെ വാ നേരെ പോ, എന്തുണ്ടെങ്കിലും നേരെ വാ നേരെ പോന്ന് സംസാരിക്കുക. അതുപോലെ ലോട്ടറി കച്ചവടത്തിൻ്റെ കാര്യവും അങ്ങനെയാണ്. നമ്മളൊരു കൊണ്ടു ചെല്ലുമ്പോൾ വേണ്ടെങ്കിൽ വേണ്ട അന്നങ്ങ് പറഞ്ഞാൽ പോരെ. മുഖത്തിനോട്ട് ചുരുട്ടിക്കൂട്ടി എറിയുവോ ചപ്പോ എന്ന് പറയുകയും ഇതിൻ്റെ ലോട്ടറി എനിക്ക് വേണ്ട അടിക്കുകയില്ല എന്നൊക്കെ എവിടുത്തെ ന്യായമാണ്? ഇത് കേരളമല്ലയോ? ഇത് ഉഗാണ്ടായും ഗൾഫ് രാജ്യവും ഒന്നും അല്ലല്ലോ, അല്ലേ? ഇത് ഉഗാണ്ടയല്ല, ഗൾഫ് രാജ്യമല്ല, ഒന്നുമല്ല. അതുകൊണ്ട് ആരും പേടിക്കണ്ട. നമ്മൾ വരുമ്പോൾ അതേ വരുന്നു ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഞാൻ കേട്ടു, അതേ വരുന്നു, അവൻ്റെ എടുത്താൽ ഒന്നും കിട്ടത്തില്ല. അവനാണോ ഇത് അടിച്ചെടുക്കുന്നത്? ഈ കോടാനുകോടി ലോട്ടറി അടിച്ചെടുക്കുന്നത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ്റിനോട് പറയരുതോ? നമ്മളോട് എന്തിനു പറയുന്നു? അതുകൊണ്ട് എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. അതുകൊണ്ട് ഈ കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ ഒരു ലോട്ടറിയൊക്കെ എടുത്ത് എല്ലാവരെയും സഹായിക്കണം. അല്ലാതെ അങ്ങനെയല്ലേ നിങ്ങളുടെ അടുത്ത് കൈനീട്ടി വരുമ്പം പിറ്റ തണ്ടാൻ പറ്റുമോ? ഇതും കൊണ്ട് വരുമ്പം എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, അത്രേ ഉള്ളൂ ഞാൻ പറയുന്നുള്ളൂ.